അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. താരങ്ങൾക്ക് ഇഷ്ടക്കാരായിട്ട് തെറ്റുകളിൽ ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. ഇത് എന്തിനാണ് ഒരു ചലച്ചിത്ര രംഗത്ത് ഇത് തെറ്റുകളിലൊക്കെ ഉള്ളതെന്ന് പോലും എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അതിനെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അത് നമ്മൾ വളരെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ സൂചന. ശരി, നന്ദി ശ്രീ കമൽ പ്രതികരിച്ചത്. ശ്രീ സുരേഷ് കുമാർ, നിർമ്മാതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു അബദ്ധം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് സിനിമാക്കാരുടെ ഭാഗത്തു നിന്നെന്ന്. ഇതിനകത്തിപ്പം നമുക്ക് യൂണിയനിൽ നിന്ന് ഇപ്പം കുറച്ച് ഡ്രൈവർമാരെ അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറിന് 3-4 വണ്ടികൾ വെക്കാം എന്നുള്ളൊരു സാഹചര്യമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയിലാണ് ഇപ്പോൾ ഈ വെളിയിൽ നിന്നുള്ളൊരു ഡ്രൈവറെ വിളിച്ച് ആ വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ തന്നെ പേഴ്സണൽ വണ്ടിയുണ്ട്, നമ്മുടെ ഡ്രൈവർ അല്ലെങ്കിൽ വേറൊരു ഡ്രൈവറെ വെച്ച് നമുക്കിത് ഓടിക്കാം. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ആ സൗകര്യം ഉപയോഗിച്ചാണ് ഇപ്പോൾ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളെ ലാൽ വെളിയിൽ നിന്ന് വിളിച്ചിട്ട് ഈ കുട്ടിയെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ അത് ഒരിക്കലും ഇയാളൊരു ക്രിമിനൽ കുറ്റം ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മളാരെങ്കിലും പറഞ്ഞു വിടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറ്റിയത് നമുക്ക് പറ്റിയൊരു അബദ്ധം തന്നെയാണത്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതിനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളിപ്പോൾ അസോസിയേഷൻ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യും. ഇനിയും ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഇതുപോലത്തെ കൊടും കുറ്റവാളികൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ 7 അയലത്ത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും, യാതൊരു സംശയമില്ല. എന്നുവെച്ചാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറയുന്നത് അതിനോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. അതിനെക്കുറിച്ച് രാഷ്ട്രീയം പറയാനോ അതിനെ തിരിച്ചു പറയാനോ ഒന്നും ഞാനില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നത് പോലീസ് നേരത്തെ ജാഗരൂകരായിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട MP പറഞ്ഞ പോലെ, അവിടുന്ന് കാറിൽ വരുമ്പോൾ ഈ എല്ലായിടത്തും ക്യാമറയുള്ളതാണ്. ആ ക്യാമറയെ കൂടെ നിരീക്ഷിക്കാൻ പറ്റുന്നതാണ്, അതിൻ്റെ എന്താണ് നടക്കുന്നത്, സംഭവിക്കുന്നതെന്നൊക്കെ പറ്റുന്നതാണ്. പോരാത്തതിന് ഹൈവേ പെട്രോളിലാണ്. ഇവിടെ ഒന്നും ഹൈവേ പെട്രോളിനെ കണ്ടിട്ടില്ല. അപ്പോൾ എവിടേക്കോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ എടുത്ത് കാണിച്ച് ആരെയും കുറ്റപ്പെടുത്താനും ഇപ്പോൾ ശ്രമിക്കുന്നില്ല. ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് ഇതെന്നാണ് എനിക്കുള്ള. പരാതി നൽകില്ല ഈ പെൺകുട്ടി എന്ന തിരിച്ചറിവുണ്ടായിരുന്നു ഈ സംഘത്തിന്. അത് പക്ഷേ പാളിപ്പോവുകയാണ് ചെയ്തത്. ധൈര്യത്തോടു കൂടി പരാതി നൽകാൻ അവർ തയ്യാറായി. അതുകൊണ്ടാണ് ഈ സംഭവം വെളിച്ചത്ത് വന്നത്. ഇത്തരത്തിൽ പരാതി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറാകില്ല എന്ന തിരിച്ചറിവ് ഈ സംഘത്തിനുണ്ടാകാൻ കാരണം മറ്റ് സിനിമാക്കാരുമായിട്ടുള്ള ഇവരുടെ അടുപ്പവും, അതായത് ഈ സംഘാംഗങ്ങളുടെ അടുപ്പം കൂടി വെച്ചുകൊണ്ടായിരിക്കില്ലേ? അല്ല ടോവിനോ, അത് അങ്ങനെ തന്നെ ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമാ നടി ആവണമെന്നില്ല, ഒരു സാധാരണ പെൺകുട്ടിയെ വേണമെങ്കിലും ഈ രീതിയിൽ ഭീഷണിപ്പെടുത്താവുന്നതാണ്. കുറച്ചും കൂടെ ഈ ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോകുന്ന പ്രായപൂർത്തിയാവാത്തവർക്ക് തയ്യൽ മെഷീനും 10,000 രൂപയും കൊടുക്ക്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളോടുള്ള അതിക്രമം കുറയുമല്ലോ. ഇവിടെ ജുഡീഷ്യറി ഈ പറയുന്ന പോലെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട് അതിൻ്റെ റൂട്ടിൽ നിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തടയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് ഇവിടെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇതിനു മുമ്പും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു നടി ആവണമെന്നൊന്നുമില്ല, ഏതൊരു സാധാരണക്കാരിക്ക് പറ്റിയാലും ഒരു സാധാരണക്കാരന് പറ്റിയാലും ഇതെല്ലാം തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ശിക്ഷയുടെ കാഠിന്യം ഇവരൊന്നും ബോധേഡല്ല. കാര്യം എന്താ വെച്ചാൽ വലിയ ശിക്ഷയൊന്നും കിട്ടില്ല. എത്ര ബലാത്സംഗം ചെയ്താലും എത്ര ക്രൂരത ചെയ്താലും എന്ത് അക്രമം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ഇറക്കിക്കൊണ്ട് വരാനായിട്ട് പ്രശസ്തരായിട്ടുള്ള വക്കീലുണ്ട്. സ്ത്രീകൾക്കുള്ള എതിരെയുള്ള അക്രമം മാത്രം തിരഞ്ഞുപിടിച്ച് പ്രതികളെ വിളിച്ചുകൊണ്ടിരുന്ന വക്കീലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ സിനിമാക്കാരായിട്ടുള്ള ബന്ധമൊന്നും വേണമെന്നൊന്നുമില്ല. ഇവിടെ ഈ കുറച്ചും കൂടെ നിയമങ്ങളൊക്കെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയാൽ മാത്രമേ, ഇപ്പോഴും ഇവിടെ ഈ വയറ് വിശന്നിട്ട് വട കട്ടുന്നതിനൊക്കെയാണ് ഇപ്പോഴും വലിയ കുറ്റവാളി, ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. അതായത് ഹെൽമറ്റ് വേട്ട നടത്തുന്ന പോലീസുകാർ പക്ഷേ ഈ 2-2.5 മണിക്കൂർ കൊച്ചി നഗരത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് അറിഞ്ഞില്ല, ക്യാമറകളെല്ലാം ഓഫായിപ്പോയി. പോലീസുകാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ആ റോട്ടിൽ യാത്ര ചെയ്തിരുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ യാത്രക്കാർ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഈ നടു റോട്ടിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ രാത്രി 12:30 2 മണിക്കോ അല്ല നടന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഉത്തരവാദിത്തം ഉള്ളതാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം വേണം. അതായത് സ്കൂളിൽ ഈ ബെർണോൾസ് തിയറവും ന്യൂട്ടൺസ് ലോയും പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് സഹജീവികളോട് പെരുമാറുക, സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കുക എന്നുള്ളൊരു പാഠ്യ വിഷയമാക്കണം. കാര്യം ഇങ്ങനെയുള്ള, അല്ലാതെ നമ്മൾ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് അതിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിക്കൊണ്ട് യാതൊരു കാര്യമില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സംസാരം നടന്നതുകൊണ്ടും ഈ നാളെ മുതൽ ഇങ്ങനെ നടക്കാതിരിക്കണമെന്നില്ല. ഇവിടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ആക്രമണങ്ങൾ നടക്കാതിരിക്കണമെന്നില്ല. അതിന് വ്യക്തമായിട്ടുള്ള പുതിയ നിയമങ്ങൾ വേണം, പുതിയ സംവിധാനങ്ങൾ വേണം. ഈ ആൾക്കാരെ ബോധവൽക്കരണം നടത്താനുള്ള
ഇതുപോലുള്ള പുതിയ പരിപാടികൾ വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഈ പറയുന്ന പോലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാക്കാനല്ല, നല്ല ഹ്യൂമൻ ബീങ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റം ശ്രദ്ധിക്കണം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ടോവിനോ തോമസ്, ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിനയൻ, താങ്കൾ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു സഹജീവിക്കെതിരെ കൊടിയാക്രമം ഉണ്ടായപ്പോഴും പ്രതികരിക്കുവാൻ സിനിമാ ലോകത്ത് നിന്ന് തയ്യാറായില്ല എന്ന്. പക്ഷേ ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ കണ്ട കൂട്ടായ്മ അത് ഈ സഹജീവിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ളത് തന്നെയായിരുന്നു, പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. മഞ്ജുഷയെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മഞ്ജുഷ വളരെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വന്ന് വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാനുള്ള സമയം തന്നില്ല. അതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. ഇവരിന്ന് കൂടിയത് നല്ല കാര്യം തന്നെ. ഇന്ന് വൈകുന്നേരമെങ്കിലും അവർ കൂടി എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ ഇന്ന് വൈകുന്നേരം അല്ലായിരുന്നു അവർ കൂടേണ്ടിയിരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ആ പെൺകുട്ടിയെ പറ്റിയുള്ള ഒരു ചർച്ച അല്ല, പെൺകുട്ടിയുടെ ഒരു അവസ്ഥ. ഈ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശസ്തയായ നടി, അവരുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നു. അവരെ ഇല്ലാതാക്കാൻ, അവരെ നശിപ്പിക്കാൻ, അവരോട് ഇത്ര ക്രൂരത ഈ 4-5 ഡ്രൈവർമാർക്ക് ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഇന്നലെ ആ കുട്ടിയുടെ പേരിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായപ്പം നേരത്തെ ആരോ പറഞ്ഞ പോലെ സഖാവ് ജോസഫൈനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇത് നിർഭയ കേസ് പോലെ ഇതൊരു വലിയ സംഭവമായിട്ട് മാറണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഈ താരസംഘടനയ്ക്ക് ഏറ്റെടുക്കാനായിട്ട് 24 മണിക്കൂർ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടി അവരുടെ മാനത്തിന് കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. അവർക്കിനിയും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നാണക്കേടുണ്ടായാലും പ്രശ്നമില്ല. വരും തലമുറയ്ക്കെങ്കിലും എൻ്റെ പിന്നാലെ വരുന്ന നടിമാർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാകല്ലേ എന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് അവർ ചെയ്തൊരു ത്യാഗം കൂടാണ് ഈ പരാതി, അല്ലാതെ ചുമ്മാതല്ല. അപ്പോൾ അവരങ്ങനെ ഒരു പരാതി കൊടുത്ത് ഇവർക്കിങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഈ പ്രതികരണം ഇന്നലെ ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഫേസ്ബുക്കിൽ കൂടൊന്നും അല്ല. ഇത് പ്രതിഷേധമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുകയോ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാമായിരുന്നു. ഞാനതിലോട്ടൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ കുട്ടിക്ക് ഒരു ദുരന്തമെന്ന് പറയട്ടെ. ഈ നടിക്ക്, ആ കുട്ടിയെ കുറച്ച് നാൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പലരുടെയും ഇതുകൊണ്ട് ആ കുട്ടിക്ക് സിനിമ കുറവ്. ആ കുട്ടി തന്നെ പറഞ്ഞിരുന്നതാണ്, ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ നമ്മൾ വായിച്ചതാണ്. എന്നെ ഒഴിവാക്കിയിരുന്നു സിനിമാ മേഖലയിൽ നിന്നും, എനിക്ക് വർക്കില്ലായിരുന്നു, ഞാൻ പിന്നെ വെളിയിൽ മറ്റു ഭാഷയിൽ പോയാണ് അഭിനയിച്ചത്. ആ കുട്ടി തിരിച്ചു വന്നു, ഇങ്ങനെ ഒരു പടം ചെയ്തു. ആ പടത്തിൽ പർപ്പസ്ഫുള്ളി നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പോലീസ് വിജിലൻ്റ് ആകണം, സർക്കാർ വിജിലൻ്റ് ആകണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാനൊരു സത്യം പറയട്ടെ, ഇത് സിനിമാക്കാരല്ലേ ചെയ്തത്, സിനിമയ്ക്കകത്തുള്ളവരാണ് ചെയ്തത്. ഒരു ഡ്രൈവർ സിനിമയ്ക്ക്, ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറും സിനിമയ്ക്ക് മുമ്പേ ഓടിക്കൊണ്ടിരുന്ന ആളാണ്. അയാൾ FFK മെമ്പറാണോ വേറൊരിടത്ത് മെമ്പറാണോ എന്നൊന്നും എനിക്കറിയില്ല. മെമ്പർഷിപ്പിൻ്റെ മാത്രമല്ലല്ലോ ഇവിടെ പ്രശ്നം. സിനിമയ്ക്ക് ഒരു കമ്പനി ഒരു ഡ്രൈവറെ വെക്കുന്നു, ആ ഡ്രൈവർ ആ വണ്ടിക്കകത്തിരുന്ന് മെസ്സേജ് കൊടുക്കുന്നു, വണ്ടി ഇവിടെ എത്തി, ഇന്നടത്ത് ആളില്ല, ഇന്നടത്ത് നമുക്ക് വേണമെങ്കിൽ ഇന്നടത്ത് നമുക്ക് വെച്ച് ഇത് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ മെസ്സേജ്. അതായത് ശ്രീ വിനയൻ, ഈ സംഘത്തിന്, ഈ കൃത്യം നിർവഹിച്ച സംഘത്തിന് ഈ സംഘത്തിന് ഇതിനുള്ള ധൈര്യം, അതായത് ഈ പെൺകുട്ടി പരാതിപ്പെടില്ല എന്ന ധൈര്യം ഉണ്ടാകുന്നതിന് കാരണം ഇതേ കുട്ടിയെ സിനിമയിലെ വിലക്ക്, അതായത് സിനിമയിൽ നിന്നും ഒറ്റപ്പെടുത്തിയ കാര്യം അറിയാവുന്നത് കൊണ്ടാണ്, ഈ കുട്ടിക്കൊപ്പം ആരും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ സംഘങ്ങൾ ഇങ്ങനെ ഒരു കൃത്യം നടത്തിയത് എന്നാണോ? ഒരിക്കലുമല്ല. അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആരും ഉണ്ടാകത്തില്ല എന്നല്ല. ഇപ്പം ഞാനോ ഇപ്പോൾ ഇരിക്കുന്ന മറ്റു സുരേഷ് കുമാറോ ഒക്കെ ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾക്കകത്തൊക്കെ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെ ആരെയും ഭയക്കാതെ നിർഭയമായിട്ട് ഈ കാര്യത്തിൽ മുഖത്ത് നോക്കി പറയുന്ന കുറേ ആൾക്കാരൊക്കെ സിനിമയ്ക്കകത്തുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അവരങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു കുട്ടിയുമല്ല, അവർ വളരെ ബോൾഡാണ്. ആ കുട്ടി ഇവർ വിലക്കാൻ പോയിട്ട് അവരാരും കാല് പിടിക്കാൻ, ഒരു താരത്തിൻ്റെയും കാല് പിടിക്കാനൊന്നും പോയില്ലല്ലോ. അവർ പോയി വേറെ ഭാഷയിൽ ജോലി ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത് ഈ സിനിമയ്ക്കകത്ത് ഉള്ള ഈ ഒരു കുട്ടിയോട്, ആ കുട്ടിയുടെ മാരേജ് എടുത്തിരിക്കുന്ന ഫിക്സ് ചെയ്ത സമയം, ആ കുട്ടിയുടെ ലൈഫ് നശിപ്പിക്കത്തക്ക രീതിയിൽ 1 മാസം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തി ആ കുട്ടിയെ സ്പോയിൽ ചെയ്യാനായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഗൂഢാലോചനയുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ മാർട്ടിൻ പറയുന്ന പോലെ 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെ പോലീസ് എഴുതി വെച്ചിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് പൾസ് സുനി എന്ന് പറയുന്ന ആ വ്യക്തിയെ കണ്ടുപിടിക്കുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? കാരണം നമ്മൾ കാണുന്നൊരു നിസ്സാര കാര്യമല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു മനസ്സിൽ തോന്നിയ ഒരു ക്രിമിനൽ വികാരം കൊണ്ടെടുത്ത് ചാടിയതൊന്നുമല്ല. ഇത് സംഭവിക്കുന്നത് വളരെ പ്ലാൻഡാണ്.
അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തൊരു ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുക, അതും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പരിചയമില്ലാത്ത അല്ലെങ്കിൽ നാട്ടിലാർക്കും അറിയാൻ മേലാത്തൊരു സാധാരണ പെൺകുട്ടി ആണെങ്കിൽ പോട്ടെ, ഇത് വളരെ ഒരു സെലിബ്രിറ്റി ആയ കുട്ടിയാണ്, തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഇങ്ങനെ എറണാകുളം ടൗണിലൂടെ വണ്ടിയിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാനായിട്ടൊരു തോന്നൽ അവർക്കുണ്ടായെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന ചേതോ വികാരം, അല്ലാതെ ഈ കൊച്ചു ശരി ഇടപെടുകയാണ് ശ്രീ വിനയൻ. അതായത് ഈ കൊട്ടേഷൻ നൽകിയത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പോലീസിന്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം.